ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിതൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ റെസിപ്പിയുമായിട്ടാണ്. കുമ്പളങ്ങ ഹൽവ, അതായത് നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ കുമ്പളങ്ങ മിഠായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഹൽവ എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. നമുക്കിത് റെഡിയാക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹൽവ റെഡിയാക്കാം. ഇതിനു വേണ്ടി കുമ്പളങ്ങ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുമ്പളങ്ങ ഒന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ കുമ്പളങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങയിൽ അല്പം വെള്ളം ഉണ്ടായിരിക്കും. ആ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ബൗൾ കുമ്പളങ്ങ ഗ്രേറ്റ് ചെയ്തായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ബൗളിൻ്റെ 3/4 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. കുമ്പളങ്ങയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. ഇപ്പോൾ പഞ്ചസാര മെൽറ്റായിട്ട് വരുന്നുണ്ട്. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞാൽ ആ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു 1/2 ബൗൾ നെയ്യ് എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് 2 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നെയ്യ് കുമ്പളങ്ങയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി 1 സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. അതിലെ നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പിഞ്ച് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഹൽവ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇത് നമുക്ക് ചൂടാറുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. ചൂടാറി കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഹൽവ റെഡിയായി വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. കുമ്പളങ്ങയല്ലേ, ടേസ്റ്റ് ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ട. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.